ആറ്റംബർഗിന്റെ ഒരു കിഡിലൻ സീലിംഗ് ഫാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഫാനിനേക്കാൾ ഏകദേശം 60% എനർജി സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മികച്ച BLDC ഫാനാണ്. BLDC ഫാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ആറ്റംബർഗ്. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആൻഡ് മോസ്റ്റ് ലീഡിംഗ് ബ്രാൻഡാണ് ആറ്റംബർഗിന്റെ റെനീസ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാനാണ് നമ്മുടെ പക്കലുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഫാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി മികച്ച ഓഫറിൽ ഈ ഒരു ഫാൻ ഇപ്പം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വളരെ ക്വിക്കായിട്ട് ഈ ഒരു ഫാനിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ബോക്സിന് മുകളിൽ നമുക്ക് ആറ്റംബർഗിന്റെ ബ്രാൻഡിംഗ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ കുറേ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. 2 വർഷത്തെ വാറണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആറ്റംബർഗിന്റെ ആപ്പ് വഴി നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നല്ല റേറ്റിംഗ് ഉള്ളൊരു മോഡലാണിത്. പിന്നെ നമുക്ക് ഈ ഒരു വർഷത്തേക്ക് വരുമ്പോഴും ഫാനിന്റെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ അലക്സ അതുപോലെ ഗൂഗിൾ ഇത് രണ്ടുമായിട്ട് ഇത് കോമ്പറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ബ്ലൂടൂത്ത് എല്ലാം സപ്പോർട്ട് ഈ ഒരു ഫാനിന് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വർഷത്തായിട്ട് നമുക്കിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും MRP എല്ലാം കൊടുത്തിട്ടുണ്ട്. MRP വരുന്നത് ഏകദേശം 9040 റുപ്പീസ് ആണ്. പക്ഷേ നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും. ഫാനിൻ്റെ നല്ലൊരു ഇമേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വിക്കായിട്ട് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പം തന്നെ നമുക്കിവിടെ ഒരു ഇത്തരത്തിലൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച ശേഷം ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിമോട്ടിനായിട്ട് 2 ഇത്തരത്തിലുള്ള ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. കപ്പ് അവൈലബിൾ ആണ്. ആറ്റംബർഗിന്റെ ബ്രാൻഡിംഗ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലൊരു കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാന് ഫിക്സ് ചെയ്യാനുള്ള ഒരു റോഡ് അവൈലബിൾ ആണ്. ഇത്തരത്തിലൊരു റോഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലൻ ലുക്കിലുള്ള ഒരു കിഡിലൻ റിമോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിമോട്ട് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള റിമോട്ട് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള റിമോട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്ലീപ്പ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്പീഡൊക്കെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. പിന്നെ നമുക്ക് ഫാൻ ഫിക്സ് ചെയ്യുന്നതിന് ആവശ്യമായ കുറച്ച് നട്ട് ആൻഡ് ബോൾട്ട് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലൊരു പാക്കിൽ കുറച്ച് നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ട്. ആൻഡ് ഹിയർ കംസ് ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. അപ്പം അത്യാവശ്യം നല്ല ഒരു ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി, നല്ല ഭാരം എന്ന് പറഞ്ഞാൽ ഹെവി ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം ഭാരമുണ്ട്. ഇതിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മോട്ടർ ഇതാണ്. ആൻഡ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിൻ്റെ ലീഫ് എവിടെയെന്ന്. അപ്പോൾ അത് നമുക്കിതിൽ മറ്റൊരു ഇത്തരത്തിലുള്ള ബോക്സിലായിട്ട് ഇതിൻ്റെ ലീഫും അവൈലബിൾ ആണ്. ആറ്റംബർഗ് ബ്രാൻഡിനെ പറ്റി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് ഓൾറെഡി ഇത് വാങ്ങി യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നല്ല സ്റ്റൈലൻ ലുക്കിലുള്ള ലീഫാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഷൈനിങ് ഉള്ള ഒരു കൈൻഡ് ഓഫ് ലീഫാണ്. ഈ ഒരു ഫാൻ നിങ്ങൾക്ക് പല കളേഴ്സിലായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മുടെ പക്കലുള്ളത് ഈ ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാന് മുകളിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സ്മാർട്ട് ഫാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ക്വിക്കായിട്ട് ഫിക്സ് ചെയ്യാം. സാധാരണ നോർമൽ ഫാൻ ഒരു 70 to 80 വാട്ട്സ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഈ ഒരു BLDC ഫാന് 35 വാട്ട്സ് മാത്രമാണ് ഹയർ സ്പീഡിൽ കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലീവ്സ് ഒന്ന് വളരെ ക്വിക്കായിട്ട് ഇത്തരത്തിലൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ്ലി എനർജി സേവ് ചെയ്യുന്നതിന് ഈ ഒരു BLDC ഫാൻസ് വളരെ സ്യൂട്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ലോങ്ങർ ടൈമിന് ഈ ഒരു ഫാൻ റൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് എക്കണോമിക്കലി ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു BLDC ഫാൻ വഴി കിട്ടുന്നുണ്ട്. ഇനീഷ്യലി കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നാലും ലോങ്ങർ ടൈമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് BLDC ഫാൻസ്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ലീവ്സ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്വിക്കായിട്ട് മുകളിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഫാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റിമോട്ട് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പവർ ഓൺ ചെയ്യുകയാണ്. ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫാൻ ഇങ്ങനെ ഓണായി വരുന്നുണ്ട്. നമ്മുടെ സീലിംഗ് ഒരു വൈറ്റ് പ്രതലമായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റൂമിലാണത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇപ്പോൾ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിത് അലക്സ വെച്ചിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാം റിമോട്ടിൽ ടൈമറിൻ്റെ ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ LED ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഈ ഒരു LED ബട്ടൺ ഞാനിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫാനിലിങ്ങനെ LED വരുന്നത് കാണാനായിട്ട് പറ്റും. LED ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫാൻ അലക്സയുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ആറ്റംബർഗിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഫാൻ ആദ്യം ഈ ഒരു ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യൊരു ഫസ്റ്റ് സ്മാർട്ട് ഡിവൈസ് എന്ന് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാൻ ഇങ്ങനെ ബ്ലൂടൂത്ത് ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം കണക്ട് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൽ ഫാനിൻ്റെ കുറേ മോഡൽസ് കാണാം. ഇതിൽ റെനീസ പ്ലസ് ആണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത്. കണ്ടിന്യൂ ബട്ടൺ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് അവൈലബിൾ ആയിട്ടുള്ള ബാക്കി 3 കളേഴ്സ്, അതായത് 4 കളേഴ്സ് ടോട്ടൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കളർ പേൾ വൈറ്റ് ആണ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ വൈഫൈ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അലക്സ ടേൺ ഓൺ റെനീസ പ്ലസ് സ്മാർട്ട് ഫാൻ. അപ്പോൾ നമ്മൾ അലക്സയ്ക്ക് കമൻറ്റ് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഫാൻ ഇങ്ങനെ ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അലക്സ ഡിവൈസ് ഉപയോഗിച്ചിട്ടും ഇത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം LED വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും.
കണ്ടില്ല, അപ്പോൾ ഫാനിൽ LED വരുന്നുണ്ട്. വീണ്ടും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ LED നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ സ്ലീപ്പ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 വേണ്ടതെങ്കിൽ ഈ ഒരു 1 ബട്ടൺ ടാപ്പ് ചെയ്യുക, അതിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ആകും. പിന്നെ നമുക്കിതിൽ ബൂസ്റ്റ് ബട്ടൺ കാണാനായിട്ട് പറ്റും. ഇത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം സ്പീഡിൽ ഫാന് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല മികച്ച പെർഫോമൻസ് തരുന്ന ആറ്റംബർഗിൻ്റെ ഒരു മികച്ച ഫാനാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഗ്രാബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡീറ്റെയിൽ എല്ലാം താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആറ്റംബർഗിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീലുകളും ഓഫറുകളും എല്ലാം നമ്മുടെ അബ്ദുൽ റഷീദ് മുഖം ഒഫീഷ്യൽ എന്ന ടെലഗ്രാം, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.